അങ്ങനെ തായ്ലൻഡിൽ ഞങ്ങൾ 4ാമത്തെ ദിവസം ഹോട്ടൽ റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണട്ടോ. ഇത് ബാങ്കോക്കിൽ തന്നെ ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ്. ഒരുവിധം ടൂറിസ്റ്റുകാരൊക്കെ ഇവിടെ വന്നിട്ടേ പോവുള്ളൂ. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്, ആ പേര് പോലെ തന്നെ. അതായത് രണ്ട് ഭാഗത്തും ഷോപ്പുകൾ ഉണ്ടാവും. സെൻറ്ററിൽ കൂടെ നമ്മളിങ്ങനെ തോണിയിൽ പോവുക. പിന്നെ കുറേ ആൾക്കാർ തോണിയിൽ വന്നുകാണ്ട് ഫുഡ് ഐറ്റംസ് നമുക്ക് സെയിൽ ചെയ്യണുണ്ട്. അതിലൊന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. ഇതെൻ്റെ മാംഗോ വിത്ത് സ്റ്റിക്കി റൈസ്. മാംഗോ വിത്ത് സ്റ്റിക്കി റൈസും പിന്നെ അതിനൊപ്പം ഒരു കോക്കനട്ട് ഐസ്ക്രീമാണ് വാങ്ങിട്ടോ. മധുരം പിന്നെ എരുണ്ടാവോ? പിന്നെ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കുറെ ആൾക്കാർ പാമ്പിനെ തോളിലിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇറങ്ങിയ വേണമെങ്കിൽ പാമ്പിന്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ കണ്ടില്ലേ പാമ്പിനെ കിസ് വരെ അടിക്കണ്ടുള്ളൂ. ഇതാണ് കേട്ടോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ എൻട്രി. ഇതാണ് ഐക്കുള്ള എൻട്രൻസ്. പിന്നെ അവിടെ നിന്ന് ഭയങ്കര തിരക്കായിട്ടാ. കാര്യമായിട്ട് തായ്ലൻഡിൽ വളരുന്ന പ്രത്യേക തരം ഫ്രൂട്ടാണ് കേട്ടോ. ഈ ഡൂറിയാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ളത്. പിന്നെ അങ്ങനത്തെ കുറച്ച് ബീർ കോള അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ സുവനീർ ഐറ്റംസ് കേട്ടോ. ഇതിൽ കാര്യമായിട്ടുള്ളത് ബുദ്ധ, അതേപോലെ ആനന്റെ പ്രതിമ. തായ്ലൻഡിൽ വന്നാൽ അധികം ആൾക്കാർ ഇങ്ങനത്തെ ബുദ്ധന്റെ പ്രതിമ അതൊക്കെയാണ് കൊണ്ടുപോകുക. നമ്മളിപ്പോൾ ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ റിമംബറൻസിന് വേണ്ടി എന്തെങ്കിലും സംഭവം നമ്മൾ വാങ്ങുമല്ലോ. പിന്നെ ഈ തോണി നമുക്ക് 2 രീതിയിൽ ഓപ്റ്റ് ചെയ്യട്ടോ. അതുപോലെ തുഴഞ്ഞും പോവാം, പിന്നെ എഞ്ചിനുള്ള ഒരു ബോട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത് തുഴഞ്ഞു പോകേണ്ടതാണ്. അതാകുമ്പോൾ കുറച്ച് ആസ്വദിച്ചൊക്കെ അങ്ങനെ പോകാമല്ലോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് ഒരു ഗോൾഡൻ ടെമ്പിൾക്കാണ് കേട്ടോ. ബാങ്കോക്കിൽ തന്നെ ഉള്ള ഒരു ബുദ്ധിസ്റ്റ് ഗോൾഡൻ ടെമ്പിൾ. ഇതാണ് കേട്ടോ ആ ടെമ്പിൾ. ഇതിപ്പോൾ നമ്മൾ കർണാടകയിൽ കോർഗിലുണ്ടല്ലോ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ, ഗോൾഡൻ ടെമ്പിൾ. അതിൻ്റെ ഒരു തായ്ലൻഡ് വേർഷനാണ് കേട്ടോ ഈ സംഭവം. അവിടെ പ്രാർത്ഥിക്കാനൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ല നിങ്ങൾ ബുദ്ധൻ്റെ ശില്പം. ഇത് ഫുള്ള് ഗോൾഡിലാണ് കേട്ടോ ഉണ്ടാക്കിയുള്ളത്. പിന്നെ അതുപോലത്തെ വേറെയും കുറേ ബുദ്ധൻ്റെ ശില്പങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കുറേ ഉണ്ടായിരുന്നു, ചെറുതും വലുതൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ ടെമ്പിളാണ് കേട്ടോ. കുറേ നടന്ന് കാണാണ്ട്. ഞങ്ങൾ പോയ സമയത്ത് വലിയ ടൂറിസ്റ്റുകാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. കാര്യമായിട്ട് അവിടുത്തെ പിൽഗ്രിംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു കൂട്ടമണി അടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഈ മണിമലായിരുന്നു എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയത് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ പ്രഷ്യസ് സ്റ്റോണിൻ്റെ കളക്ഷനായ ജംസ് ഗാലറി ബാങ്കോക്ക് ആയിരുന്നു കേട്ടോ. ഇതൊരു മ്യൂസിയം പോലെ ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത പ്രഷ്യസ് സ്റ്റോണുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ പലതരം പ്രഷ്യസ് സ്റ്റോൺ, റൂബി, എമറാൾഡ്, സഫയർ അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. അതോടുകൂടി ഞങ്ങൾ തായ്ലൻഡ് ട്രിപ്പാണ് വൈൻഡപ്പ് ആയി. പിന്നെ നേരെ ബാങ്കോക്ക് എയർപോർട്ടിൽ പോയി അവിടുന്ന് അങ്ങനെ നാട്ടിലും പോയി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ വരാം. ബൈ.